എല്ലാ മതത്തിലും മതപുരോഹിതന്മാരുണ്ട്. ആ മതപുരോഹിതന്മാർക്ക് അവരുടേതായ ഓരോ കർമ്മമണ്ഡലങ്ങളുമുണ്ട്. ഹൈന്ദവ മതത്തിലെ ഈ സ്വാമിമാർ, പൂജാരിമാർ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഹൈന്ദവ സമൂഹമൊന്നും അവരെ ആരും വലുതായി പരിഗണിക്കാറില്ല. അവർ ക്ഷേത്രത്തിലെ പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞ് വെച്ചാൽ പോലും കേൾക്കാൻ വിരലിലെണ്ണാവുന്നവരെ കാണുള്ളൂ. അവർക്കിഷ്ടം പകൽ കാഴ്ച കാണാൻ, പിന്നെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ, സന്തോഷമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, അതിൻ്റെ ആഘോഷാദി കാര്യങ്ങളിലാണ് ഹൈന്ദവ മതത്തിൽ കൂടുതൽ താല്പര്യം. പിന്നെ ഇപ്പോൾ ഈണത്തിൽ പാടുന്ന ഭജനൊക്കെ വന്നപ്പോഴാണ് ഈ ഹിന്ദു സമുദായത്തിലെ ഹാള് നിറഞ്ഞിങ്ങനെ ആളുകൾ കേൾക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അതൊന്നും ആരും വലിയ പ്രസക്തമായിട്ടൊന്നും എടുക്കാറില്ല. അവർ വളരെ എന്താ പറയുന്നത്, അലസവിശ്വാസികളാണ് ഹൈന്ദവ മതത്തിൽപ്പെട്ടവരെന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തൊഴുന്നു, പ്രാർത്ഥിക്കുന്നു, എന്തെങ്കിലും ചെയ്യുന്നു, അവരവരുടെ സംഗതികളുമായിട്ട് പോകുന്നു. ഒരു തരം നല്ല സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വിശ്വാസ സംഗതി. ഞാനതിനെ വേറൊന്നും പറയല്ല, അത് അതിൻ്റെ ശൈലിയാണ്. ക്രൈസ്തവ മതത്തിലും ഈ പറഞ്ഞതുപോലെ ഞായറാഴ്ചകളിൽ അവർ ഈ പ്രഭാഷണം നടത്തുമ്പോൾ കുറച്ച് പേര് കേട്ടുകൊണ്ടിരിക്കുന്നതെന്നല്ലാതെ വേറെ വലുതായിട്ട് ആരും ഇതൊന്നും കേൾക്കാനൊന്നും പോകുന്നൊന്നുമില്ല. പിന്നെ അതിൽ ഈ പള്ളിയുമൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് പേരൊഴിച്ച് ബാക്കി പുതിയ തലമുറയിൽപ്പെട്ടവർക്കോ പഴയ തലമുറയിൽപ്പെട്ടവർക്കോ ഈ ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ, മരണസമയത്ത് അന്ത്യകുർബാന അല്ലെങ്കിൽ അന്ത്യകുദാശ, പിന്നെ അതിൻ്റെ ചടങ്ങുകൾ, മക്കളാവുമ്പോൾ മാമോദീസ, കല്യാണത്തിനുള്ള എന്താ പറയുന്നത്, പിന്നെ ചിലത് വെഞ്ചരിക്കൽ എന്നൊക്കെ പറയുന്ന ചില ചടങ്ങുകളിൽ അങ്ങ് ഒതുങ്ങി നിൽക്കുക. അവരും ഈ രാപകലില്ലാതെ ഇതുമായി അങ്ങ് കടിച്ചു തൂങ്ങി കിടക്കുന്ന ആളുകൾ വളരെ കുറവാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിൽ അങ്ങനെയല്ല. മുസ്ലിം സമുദായത്തിൽ ഇത് ശക്തമായി ഇങ്ങനെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി നമ്മുടെ സൈക്കിൾ പമ്പിൽ കാറ്റടിച്ച് ഇങ്ങനെ കയറ്റുന്ന പോലെ കയറ്റി നിർത്തിയിരിക്കുന്നത് കൊണ്ട് ഒരുപാട് പേർ ഇതിലിങ്ങനെ ജാഗരൂകരായി ആരൂഢബദ്ധരായി ഇങ്ങനെ സംഗതി നിൽപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഈ സൈക്കിള് കാറ്റടിക്കുന്ന പോലെ കാറ്റടിച്ച് കയറ്റണമെങ്കിൽ ഈ പമ്പ് നടത്തുന്ന കടകൾ ഒരുപാട് വേണം. ആ കടകൾക്ക് അതിൻ്റേതായ പ്രയോജനമുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പുരോഹിതന്മാരും സമുദായ സംഘടനകളും സമുദായ മുതലാളിമാരും ഒക്കെയുള്ള ഒരു സമുദായമാണ് ഞങ്ങളുടെ സ്വന്തം സമുദായം. എന്ന് പറഞ്ഞാൽ അവർക്ക് എന്നും കിയാമനാൾ വരെ തർക്കിക്കാനുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അവർ ആ തർക്കം തുടർന്നുകൊണ്ടേയിരിക്കും. ആ തർക്കിക്കും തോറും ഞങ്ങളുടെ അനുയായികൾ ഇടയ്ക്കിടയ്ക്ക് തർക്കോ എന്ന് മുദ്രാവാക്യം വിളിക്കും. ദൂരെ നിന്ന് കേൾക്കുന്നവർ അല്ലാഹു അക്ബർ എന്നാണ് വിചാരിക്കുന്നതെങ്കിലും ഞങ്ങൾ ഉള്ളിൽ വിളിക്കുന്നത് തർക്കോ. അത് ഞങ്ങളിൽ ഒത്തിരി പേരുടെ ഒരു ഉപജീവന മാർഗവുമാണ്. ഈ തർക്കം തീർന്നാൽ പിന്നെ എല്ലാം സുക്കൂത്താവും. അതുകൊണ്ട് ഈ തർക്കം തീർക്കാൻ അവരിടപെടുത്തതേയില്ല. വേറെ ചുറ്റുപാടുകളിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും അവർക്കൊരു വിഷയവുമില്ല. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഒരു സംഗതി ഇപ്പോൾ പുതിയതായി രംഗത്ത് വന്നിട്ടുണ്ട്. സംഗതി ഇപ്പോൾ ആഗോളതലത്തിൽ ആളുകളുടെ പ്രശ്നം എന്താ? ഈ നടക്കുന്ന യുദ്ധം, ഗൾഫിൽ നിന്ന് വരുന്ന വരുമാനം നിലച്ചാലുണ്ടാകുന്ന സ്ഥിതി, ഹോട്ടലുകളൊക്കെ LPG ഇല്ലാതെ അടയ്ക്കുന്നു, വീടുകളിൽ പാചകവാതകമില്ല, 54 വയസ്സുള്ള ഒരു രാജ്യത്തലവൻ മരിച്ചു, 160 കുഞ്ഞുങ്ങൾ ബോംബാക്രമണത്തിൽ മരണപ്പെട്ടു, നിരപരാധികൾ, വെറും പിഞ്ചു പെൺമക്കൾ. ഇതൊക്കെ ലോക മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുമ്പോൾ ഞങ്ങളുടെ ആളുകളുടെ പ്രധാനപ്പെട്ട തർക്കം എന്താണെന്നറിയോ? ദേ ഒന്ന് കേട്ടു നോക്ക്. ഇതൊരു പ്രധാന വിഷയമാണ് ഇപ്പോൾ സമുദായം നേരിടുന്നത്. വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. വെള്ളിയാഴ്ച പെരുന്നാളാണ്, 29 മാസം കാണുമ്പോൾ 20 ഉദയുണ്ട്. അപ്പൊ കാണാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ വെള്ളിയാഴ്ച ജുമുഅ നടക്കണം. പള്ളി കമ്മിറ്റിയെ സംബന്ധിച്ച് ജുമുഅ നടത്തണം. ഖതീബ് ആർക്കും വരാം, ഖതീബ് നിർബന്ധമില്ല. ഖതീബിനെ വന്നാൽ മതി, ഞാൻ തന്നെ കൊള്ളുന്നില്ല. പങ്കെടുക്കൽ നിർബന്ധമില്ല. നബിയുടെ കാലത്ത് വെള്ളിയാഴ്ച മഴ വന്നു, പെരുന്നാൾ വന്നു. അപ്പൊ നബി രാവിലെ പെരുന്നാൾ വഹിച്ചു. നബി ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ചുമ സംഘടിപ്പിക്കുന്നുണ്ട്, ഉദ്ദേശിക്കുന്നവർ വന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ പെരുന്നാൾ വന്നാൽ ഇനി വരെ ചുമസ്കാർ നിർബന്ധമില്ല, ളുഹ്ർ. എന്നാൽ ചുമ നടക്കൽ നിർബന്ധമാണ്. ചുമ ക്യാൻസൽ ആക്കാൻ പറ്റൂല. പങ്കെടുക്കൽ ആളുകൾക്ക് താല്പര്യങ്ങൾക്ക് വരാം, അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ ഒരു കുറ്റമില്ല, വിഷയം മനസ്സിലായോ? വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമാ സംഘടിപ്പിക്കണം, ജുമാ നിസ്കരിക്കൽ നിർബന്ധമില്ല, ളുഹർ നിസ്കരിച്ചാലും മതി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സജ്ജാറുൽ ഫുജ്ജാർ ഫുജ്ജാറുൽ ജാഹിരീനത്തുൽ ബുജ്ജാർ. ഇപ്പോൾ എല്ലാവരും പറയും നബിയുടെ വചനങ്ങളെ കളിയാക്കിയാന്ന്. നബിയുടെ വചനത്തെ ഒന്നും കളിയാക്കിയതല്ല. ഞാനീ പറഞ്ഞില്ലയോ, ഇത്രയും സംഭവവികാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള ആളുകൾ ഈ ഫുജ്ജാറുമായിട്ട് ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഫുജ്ജാറിനെ
വേറെ 5-6 പേര് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരാൾ ചോദ്യം ചെയ്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താ പറയുന്നത്, MD അബൂബക്കർ ദാരിമി. അദ്ദേഹം ഈ ഇതുമായി ബന്ധപ്പെട്ട സംഗതിയെ ജുമാ സംഘടിപ്പിക്കാൻ നിർബന്ധമാണോ അല്ലയോ എന്നുള്ള വിഷയത്തെക്കുറിച്ച് വളരെ വിശാലമായ പോസ്റ്റ് ഇട്ടിരിക്കുക. പിന്നെ അതിൻ്റെ താഴെ അടുത്ത വേറൊരു അദ്ദേഹവും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഒരു സഹാദി ഉസ്താദാണ്. വെള്ളിയാഴ്ച പെരുന്നാളും ഒരുമിച്ച് വന്നാൽ ജുമാ നമസ്കാരം നിർബന്ധമില്ലെന്നോ അവർ തമ്മിലുള്ള തർക്കമാണ്. അപ്പോൾ ഇതൊരു പുതിയ സംഗതി നമ്മൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷം കത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഫുജാറുൽ ഫുജാർ എന്ന് പറയുന്ന ഒരു പുതിയ വിഷയം പുറത്തു വിട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇനി ഇതൊരു കുറഞ്ഞത് 5 മാസത്തേക്ക് അടിക്കാനുള്ള സാധനമുണ്ട്. ഇത് ഫുജാറിൽ ഫുജാർ വേണോ വേണ്ടായോ എന്നുള്ളത്. ഇവിടെ ഈ സമുദായത്തിലെ ഒരുപാട് ചെറുപ്പക്കാർ എനിക്ക് ചിരി വരിക. ഇവരൊക്കെ ഈ മതം അങ്ങോട്ട് കയറി നടന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പൊതുസമൂഹവും മനുഷ്യനുമൊക്കെ മറന്ന് വളരെ അപ്രസക്തമായ സാധാരണ സമൂഹം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, സാധാരണക്കാരെന്ന് ഇതെന്താ, പെരുന്നാളാവുമ്പോൾ രാവിലെ നമ്മൾ നിസ്കരിക്കും, ഉച്ചയ്ക്ക് ജുമായും നിസ്കരിക്കും. പിന്നെ തിരക്കുള്ളവർ ചിലപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ നിർബന്ധമായിട്ടും അല്ല ആശുപത്രിയിലോ അല്ലെ ഫ്ലൈറ്റോ ഒക്കെ പോകേണ്ടവരാണെങ്കിൽ ലുഹർ നിസ്കരിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ഈ സമൂഹം മുഴുവൻ മുന്നോട്ടങ്ങ് സഞ്ചരിക്കുക. അപ്പോഴാണ് അവരുടെ ഫുജാറുൽ ഫുജാർ, അതാണൊരു പ്രധാന വിഷയം. അതുകൊണ്ട് ഈ സമുദായത്തിലെ എല്ലാവരും ഇനി ഈ മുസ്ലിയാരെ പിന്തുടർന്ന് ഫുജാറുൽ ഫുജാർ എന്തുവാന്ന് പഠിക്കണം. ഒരു സമുദായത്തിൻ്റെ ഗതികേടെന്ന് ആലോചിച്ച് നോക്കി, അല്ലാതെ എന്ത് പറയാനാ. ഈ ഫുജാറുൽ ഫുജാർ മാത്രം കേട്ട് നടന്നങ്ങ് വെച്ച് കളയരുത്. വേറെ നമ്മുടെ ഇപ്പോൾ ഈ ക്രൈസ്തവ സമൂഹത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഇല്ലെങ്കിലും പുതിയ ചില സംഗതികളുണ്ട്. അതൊന്ന് കേട്ടു നോക്കൂ. അവന്റെ തോട്ടികളിൽ നിന്ന് അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. ഇനി അധികം ഒഴുക്കണ്ട, മതി. തോട്ടമായി തോട്ടിയായി എന്നാലും വായിക്കുന്നുണ്ടല്ലോ നല്ല തണ്ടയിടത്തോടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചിരിക്കുവൊന്നും വേണ്ട, പുള്ളി കഷ്ടപ്പെട്ട് വായിക്കുക. വായിക്കു തരട്ടെ, വായിക്കാവോ? നന്നായിട്ട് വായിക്കേ. അവന്റെ തോട്ടികളിൽ നിന്ന് അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. ഇനി അധികം ഒഴുക്കണ്ട, മതി. അവൻ്റെ തോട്ടികളിൽ നിന്ന് നീളത്തിലങ്ങ് വായിക്കുക. വീണ്ടും പാസ്റ്റർ പറയുക, എന്തോന്ന് ഒന്നുകൂടെ നോക്കി വായിരടാ. വീണ്ടും തോട്ടി, അന്നേരം അവന് പറയുന്നത് തൊട്ടിയെന്ന്. തൊട്ടിയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് വായിക്കുക. ഇങ്ങനെയാണ് കുറേ പേര് പ്രാർത്ഥിക്കുന്നതും ഇവരൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന പരിപാടി. അതുകൊണ്ട് ഈ പിരിമുറുക്കത്തിനിടയിൽ ചിരിച്ചേച്ച് പോയി പണി നോക്ക്. ഫുജാറുൽ ഫുജാറും തോട്ടി